നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവില് SP ശ്രീനിവാസൻ ഒരു കാര്യം തീരുമാനിച്ചു. മാധവമേനന്റെ മരണം അത് കൊലപാതകമാണോ അതോ ഇനിയിപ്പോ സ്വാഭാവിക മരണമാണോ എന്നൊക്കെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് ഒരു രഹസ്യ അന്വേഷണം തന്നെ നടത്തണം. ഒരു രഹസ്യ ടീമിനെ തന്നെ ഏർപ്പാടാക്കാൻ തന്നെ തീരുമാനിച്ചു. ഒരു പക്ഷേങ്കിൽ അങ്ങനെ ഒരു ഷാഡോ പോലീസ് എത്തി അന്വേഷിക്കുവാണെങ്കിൽ ഇതിന്റെ കൃത്യമായിട്ട് വിവരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാണ്ട് പറ്റും. ഇത്രയും കാലം എല്ലാവരും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതൊരു സ്വാഭാവിക മരണമാണെന്നാ. പക്ഷെ അങ്ങനെയല്ല. ഇന്നൊരു കത്തും കാര്യങ്ങളൊക്കെ അയാൾക്ക് വന്നിട്ടുണ്ടായിരുന്നു, SP-ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആ കാര്യം തീരുമാനിക്കുന്നത്. അത് മാത്രമല്ല, SP-യുടെ ഒരു ഫ്രണ്ട് കൂടെ ആയിരുന്നു ഈ പറയുന്ന മാധവമേനോന്. അങ്ങനെയാകുമ്പോ ഇങ്ങനെ ഒരു ഊമക്കത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഒരു പക്ഷെ അത് കൊലപാതകമാണെങ്കിൽ ഇത്രയും കാലം ഈ 2 വർഷക്കാലമായിട്ട് ആ കൊലപാതകം ഒളിഞ്ഞിരിക്കുക. അയാളെ പുറത്തു കൊണ്ടുവന്നല്ലേ മതിയാവുള്ളൂ. അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഒടുവില് ആ കാര്യങ്ങളൊക്കെ CI ചന്ദ്രകുമാറെ ഏൽപ്പിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ മിടുക്കനായ ഒരു പോലീസ് ഓഫീസറെ കണ്ടെത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതേ സമയത്ത് സേതുവും പല്ലവിയൊന്നും ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവര് ക്ഷേത്രത്തിലേക്ക് പോവുക. അങ്ങനെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിറങ്ങുന്ന സമയത്താണ് മയൂരി അങ്ങോട്ടേക്ക് വരുന്നത്. മയൂരിയെ കണ്ടു കഴിഞ്ഞപ്പോ പല്ലവിക്ക് സന്തോഷമായി. അങ്ങനെ പല്ലവി സേതുവും കൂടെ പോയി മയൂരിയോട് സംസാരിക്കുകയാണ്. മയൂരിയോട് പല്ലവി പറഞ്ഞു, ഇപ്പം ലക്ഷ്മിയമ്മ പൊന്നുമടത്തിലുണ്ടെന്നൊക്കെ പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ മയൂരി പറഞ്ഞു, അമ്മ എത്ര വലിയ തെറ്റാ ചെയ്തല്ലേ. ശരിക്കും ഞാനും ഒരു നിമിഷം സേതുവേട്ടനെ എല്ലാരും സംശയിച്ചു പോയെന്ന് പറഞ്ഞു. സേതു പറഞ്ഞു, അതൊന്നും സാരമില്ല മോളെ, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. പല്ലവി പറഞ്ഞു, അതെ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്താ? എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ അച്ഛനോട് പറയണം വന്ന് അമ്മയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട്. ഒരു പക്ഷേങ്കില് ലക്ഷ്മിയമ്മയെ കൂട്ടിക്കൊണ്ടു പോകണമെങ്കിൽ ലക്ഷ്മിയമ്മയുടെ മനസ്സിന് സന്തോഷം സമാധാനമാവും. കാരണം ആ കുടുംബത്തെ അത്രമാത്രം അമ്മ മിസ് ചെയ്യുന്നുണ്ട്. ആ കുടുംബം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സേതുവേട്ടൻ്റെ ലക്ഷ്മിയമ്മ വെറുത്തത്. സേതുവേട്ടൻ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് കരുതിയിട്ട്. അത് കേട്ടപ്പോൾ മയൂരി പറഞ്ഞു, എനിക്കത് പപ്പായോട് അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതെന്താ? എന്തോ പപ്പ ഇപ്പം വല്ലാതൊരു മാനസിക ടെൻഷനിലായിരിക്കണേ. അന്ന് ആ പ്രശ്നം നടന്ന് അവിടെ നിന്ന് വന്നതിന് ശേഷം പപ്പ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു. കൃത്യസമയത്ത് ഞാൻ കണ്ടതുകൊണ്ടാ. അല്ലായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ പപ്പയെ നഷ്ടപ്പെട്ടേന. എനിക്കിനി പപ്പയോട് ഫോഴ്സ് ചെയ്തൊന്നും പറയാൻ പറ്റില്ല. പപ്പയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പപ്പ വന്ന് അമ്മയെ വിളിച്ചോണ്ട് വരട്ടെ, അല്ലാതെ കൂട്ടിക്കൊണ്ട് വരാൻ ഞാൻ നിർബന്ധിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു, അതെ, ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ ലക്ഷ്മി അമ്മയ്ക്ക് അവിടെ നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നേ. പിന്നെ സേതുവേട്ടൻ ഇപ്പോഴും ലക്ഷ്മി അമ്മ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. കാരണം ലക്ഷ്മിയമ്മ അത്രയും വലിയ ക്രൂരതകളൊക്കെ ചെയ്തല്ലോ. അപ്പൊ അതുകൊണ്ട് സേതുവിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് കേട്ടപ്പം മയൂരി പറഞ്ഞു, എനിക്ക് എന്തായാലും തൽക്കാലത്തേക്ക് ഒരു മറുപടിയും പറയാൻ പറ്റില്ല പല്ലവി ചേച്ചി. എനിക്ക് എൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ പപ്പ പറയാതെ ഞാനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. അതേ സമയത്ത് ശ്രീഹരി രാജലക്ഷ്മിയെ കാണുന്നുണ്ട്. അങ്ങനെ അവര് കണ്ട് സംസാരിക്കുന്ന സമയത്ത് രാജലക്ഷ്മി പറഞ്ഞു, എന്നാലും പൊന്നുമടത്തിലുള്ളവര് നീയും കൂടെ എല്ലാരും കൂടെ ചേർന്നിട്ട് എന്റെ മോനെ എടുത്തിട്ട് തല്ലിയില്ലേ, കുറച്ച് കഷ്ടമായി പോയിട്ടോ ശ്രീഹരി. അതിന് മാത്രം എന്ത് തെറ്റാ അവൻ ചെയ്തെന്നൊക്കെ ചോദിക്കണം. അപ്പോഴേക്കും ശ്രീഹരി പറഞ്ഞു, എന്ത് തെറ്റാന്നോ? ഇന്ദ്രന്റെ സ്വഭാവം അറിയാവുന്നല്ലേ, എന്നിട്ടാണോ അമ്മ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിച്ചു. ഇന്ദ്രന്റെ സ്വഭാവോ? അത് പിന്നെ അവന്റെ സ്വഭാവം എനിക്ക് കുറേയൊക്കെ അറിയാം. എന്നാലും ഭാര്യയും ഭർത്താവല്ലേ, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, തട്ടി മുട്ടിയിരിക്കും. എന്നാലും അവനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അവൻ അതിന് മാത്രം വരെ തെറ്റ് ചെയ്തായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് രാജലക്ഷ്മി പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീഹരി പറഞ്ഞു, ആര് പറഞ്ഞു തെറ്റ് ചെയ്തിട്ടില്ല എന്ന്? തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാജലക്ഷ്മി ചോദിച്ചു, തെറ്റ് ചെയ്തിട്ടുണ്ടെന്നോ? അതെ, അവനെക്കുറിച്ച് ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ, അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല എന്ന് പറയണം. ഇത് ചെറിയ തട്ടുമുട്ടലൊക്കെയാണ് പിന്നെ കുഴപ്പമില്ല. ഇവിടെ നന്നായിട്ട് തട്ടി. പക്ഷേങ്കിൽ നന്നായിട്ട് തട്ട് കിട്ടിയത് ആർക്കാന്നറിയാവോ? ഇന്ദ്രനാന്ന് പറയണം. അവൻ എന്താ ചെയ്തെന്നറിയാവോ? കുടുംബം മൊത്തം താർക്കാൻ ശ്രമിച്ചു. പൊന്നുമടത്തിലുള്ളവരെ മൊത്തം താർക്കാൻ ശ്രമിച്ചു. അപ്പൊ അവനെ വെറുതെ വിടാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. പൊന്നുമടത്തോ? അതെ. പിന്നീടാണ് നടന്ന കാര്യങ്ങളൊക്കെ, എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത്. ഇന്ദ്രൻ പൊന്നുമടത്ത് കളിച്ച കളികളെ കുറിച്ചെല്ലാം പറയുവാണ്. അവന് ഒറ്റയെഴുത്ത കാരണം പൂർണ്ണിമേ ഒക്കെ ആ വീട് വിട്ട് ഇറങ്ങേണ്ട വന്നേ. പോരാത്തന് സേതുവേട്ടനെ ഇത്രയും കാലം കുറ്റക്കാരനാക്കി വെച്ചു. കുടുംബത്തെ തന്നെ അവൻ നശിപ്പിച്ചു കളഞ്ഞെ. പിന്നെ അവൻ എന്താ പൂ വിട്ട് പൂജിക്കണോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ രാജലക്ഷ്മിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി.
രാജേഷ് പറഞ്ഞു, ഞാൻ വന്ന് ഋതുവിനെ കാണാം, ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. ഋതുവും ഇന്ദ്രനും തമ്മിൽ ഒന്നാവണ്ടെന്ന് ചോദിച്ചു. അങ്ങോട്ടേക്ക് വന്നാലും മതി. ഋതു സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഋതുവിന് അവനിപ്പോൾ കണ്ണെടുത്താൽ കാണത്തില്ല. കാരണം അവൻ ചെയ്ത ക്രൂരതകളൊന്നും അത്ര പെട്ടെന്ന് ആർക്കും മറക്കാനും പൊറുക്കാനും പറ്റുന്നല്ലോ എന്നൊക്കെ രാജലക്ഷ്മിയോട് ശ്രീഹരി പറയുകയാണ്. ഇതേ സമയത്ത് മൂർത്തി ലക്ഷ്മിയമ്മയെ കാണാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മിയമ്മയായിട്ട് സംസാരിക്കുന്ന സമയത്ത് ലക്ഷ്മിയമ്മ മൂർത്തിയോട് പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല മൂർത്തി, ഞാൻ ആകെ തകർന്നിരിക്കുവാണ്. കാരണം ഞാൻ ചെയ്ത തെറ്റ് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് എങ്ങനെയൊക്കെ സംഭവിച്ചേ. മൂർത്തിക്കും അതിനെക്കുറിച്ച് അറിയാലോ. മൂർത്തി പറഞ്ഞു, ശരിയാ, ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ലോ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. കാരണം ഞാൻ എൻ്റെ മകനോട് അത്ര വലിയ പാപമാണ് ചെയ്തേ. പിന്നെ പൊന്നുമ്പടത്തുള്ളവരെയൊക്കെ ഞാൻ ഇറക്കി വിട്ടു. അത്ര വലിയ തെറ്റേ ചെയ്തേ. പക്ഷെ അതിനുള്ള ശിക്ഷ എനിക്കിതുവരായിട്ടും കിട്ടിയിട്ടില്ല. എനിക്ക് ആരെങ്കിലും ശിക്ഷ തന്നായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാനിപ്പം മനസ്സിൽ ചിന്തിക്കുവാന്ന് പറഞ്ഞു. അപ്പോഴേക്കും മൂർത്തി പറഞ്ഞു, ലക്ഷ്മിയമ്മ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പം ലക്ഷ്മിയമ്മയുടെ ഭാഗത്തും തെറ്റില്ലല്ലോ, ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താ. ശരിയാ, എന്നാലും ഞാൻ എൻ്റെ മകനെ ഒരിക്കലും അങ്ങനെ പഴിക്കാനായിട്ട് പാടില്ലായിരുന്നു. ഞാൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. മൂർത്തി പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. സേതുവിന് അത് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണല്ലോ സേതു ഇപ്പോഴും ലക്ഷ്മി മാഡത്തോട് അടുക്കാത്തേന്ന് പറഞ്ഞു. ലക്ഷ്മി പറഞ്ഞു, അതെ, ഒരു മക്കൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ അത്ര വലിയ ക്രൂരത അവനോട് ചെയ്തേ. അവൻ്റെ കർണത്ത് തല്ലി, അവനെ ആട്ടി അകറ്റി, അവനെ എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്തി. അവൻ എൻ്റെ കയ്യെ കാലെ പിടിച്ചു പറഞ്ഞ, അമ്മേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. പക്ഷെ അന്ന് ഞാനിത് വിശ്വസിക്കുമായിരുന്നെങ്കിൽ എനിക്കിന്നിങ്ങനെ ഉരുകണ്ട വരത്തില്ലായിരുന്നു. എല്ലാവരും ഒറ്റയൊരുത്തം കാരണം ആ ഇന്ദ്രജിത്ത്. അത് കേട്ടപ്പോൾ മൂർത്തി പറഞ്ഞു, അല്ലെങ്കിലും മുമ്പ് അവനിട്ട് ഞാനൊന്ന് കൊടുത്താ. കാരണം അവൻ അത്രയ്ക്ക് ദുഷ്ടനാണ്. അവനെ നമ്മുടെ ആൾക്കാർ നന്നായിട്ടൊന്ന് എടുത്തിട്ട് പെരുമാറിയതാ. അതിനുള്ള വാശി വൈരാഗ്യം എല്ലാം കൂടെ അവൻ തീർത്ത എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു, കാര്യമൊക്കെ ശരി തന്നെയാ. പക്ഷേ ഇപ്പൊ പൂർണിമയുടെ കനിവ് കൊണ്ടാണ് ഞാൻ പൊന്നുമടത്ത് കഴിയണേ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. പൂർണിമയ്ക്ക് ഉള്ളത്ര ആ ഒരു സ്നേഹവും കാര്യങ്ങളും പോലും ആ കുടുംബത്തിലെ ബാക്കിയുള്ളവർക്കൊന്നും എന്നോടില്ല. കാരണം അവരെയും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊക്കെ നോക്കുമ്പോൾ ഞാനല്ല അവരെ ദ്രോഹിച്ചവരല്ലേ. അപ്പൊ അതുകൊണ്ടാ. പിന്നെ പല്ലവി അവള് മാത്രം എന്നെ മനസ്സിലാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. മൂർത്തി പറഞ്ഞു, അല്ലെങ്കിലും സേതുവിന് കിട്ടിയ ഏറ്റവും വലിയൊരു പുണ്യം എന്ന് പറഞ്ഞ പല്ലവിയാണ്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പെരുമാറാനായിട്ട് കഴിവുള്ളവള്. പിന്നെ സേതു മാറുന്നൊരു സമയം വരും. ഇപ്പൊ തൽക്കാലത്തേക്ക് ലക്ഷ്മി മാഡം ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതിരിക്കുക. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വേണു സാറിനോട് ഞാൻ സംസാരിക്കട്ടെ ലക്ഷ്മി മാഡത്തെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിനെ കുറിച്ച്. അപ്പോഴേക്ക് ലക്ഷ്മി പറഞ്ഞു, ഏയ് വേണ്ട, അത് വേണ്ട. അങ്ങനെ വേണുവേട്ടനോട് പറഞ്ഞിട്ട് വേണുവേട്ടൻ എന്നെ കൂട്ടിക്കൊണ്ട് പോകണ്ട. വേണുവേട്ടന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എന്നെ കൂട്ടിക്കൊണ്ട് പോയാൽ മതി. അല്ലെങ്കിലും അങ്ങനെ വലിഞ്ഞു കയറി ഞാൻ ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വില അവിടെ ഉണ്ടാവാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു. എത്ര സന്തോഷകരമായ ജീവിതമായിരുന്നു ഞങ്ങളുടേത്. എല്ലാം ഒരു നിമിഷം കൊണ്ടല്ലേ തട്ടിത്തെറിപ്പിച്ചെന്നൊക്കെ പറഞ്ഞു. ആ സമയം രാജലക്ഷ്മിക്കാണെങ്കിൽ ഇന്ദ്രന്റെ കളികൾ കണ്ടിട്ട് ഇങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല. അവൻ ഇത്രയ്ക്ക് ദുഷ്ടനായിരുന്നോ? അവൻ ഇത്രയും വലിയ ചതി ചെയ്തിട്ടാണോ വീട്ടിൽ കടന്നു ഓടിയിരിക്കുന്നത്? എത്രയും പെട്ടെന്ന് തന്നെ അവനെ വീട്ടിൽ നിന്ന് ഇറക്കണം. അല്ലെങ്കിൽ പാറുവിന്റെ വയറ്റ് വളർന്ന കുഞ്ഞിന്റെ ജീവന് വരെ ആപത്താണ്. അവൻ ഇതിനേക്കാളും വലിയ ദുഷ്ടത്തരങ്ങൾ കാണിക്കും എന്നൊക്കെ ചിന്തിച്ചു. പൊന്നുമടത്തിലേക്ക് ഒന്ന് പോയി നോക്കാം എന്ന് കരുതിയിട്ട് പൊന്നുമടത്തിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ പൂർണിമയെ കണ്ട് സംസാരിക്കുകയാണ്. ഋതുവിന്റെ ഇന്ദ്രന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ. ഭാര്യ ഭർത്താക്കന്മല്ലേ, ഇന്ദ്രന്റെ കുഞ്ഞ് ഋതുവിന്റെ വയറ്റിലുണ്ടല്ലോ, അപ്പൊ അവരെ ഒന്നിച്ചു പോണ്ടേ? അവനെ എന്താ നിങ്ങൾ വിളിക്കാത്തെന്നൊക്കെ ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പൂർണ്ണിമ പറഞ്ഞു, അവനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വിളിക്കണമല്ലേ? അവൻ കാരണം ഞങ്ങൾക്ക് എത്രമാത്രം നഷ്ടങ്ങളും കാര്യങ്ങളും ഉണ്ടായത്. ഞങ്ങൾ ഈ വീട് വിട്ട് ഇറങ്ങേണ്ട വന്നു. പിന്നെ അത് മാത്രമല്ല, എന്തൊക്കെ പ്രശ്നങ്ങളും ഉണ്ടായത്. ഇനി അവന് ഞങ്ങൾ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിക്കണമല്ലേ? ഒരു കാരണവശാലും ഇല്ല. ഋതുവിനല്ലെങ്കിലും അവനെ വേണ്ടെന്നാ പറയണേ. അവനെ പോലെ ഒരുത്തിനെ എന്തിനാന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും രാജലക്ഷ്മി പറഞ്ഞു, കാര്യമൊക്കെ ശരി തന്നെ, എൻ്റെ മകനൊക്കെ തന്നെയാണ് അവന്. പക്ഷേ എങ്കിൽ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം നിങ്ങളുടെ മാള് അവനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത് അതറിയാലോ. ഇത്രയും കാലം ഇവിടെ താമസിച്ചിട്ടും നിങ്ങൾ അവനെ ഇവിടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവോ? ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ അവനെ ചേർത്ത് പിടിച്ചു. പെട്ടെന്നൊരു നിമിഷം നിങ്ങൾ അവരെ തള്ളിക്കളയല്ലേ ചെയ്തേ. പൂർണ്ണിമ പറഞ്ഞു, അതിന്റെ തക്കതായ കാരണമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല രാജലക്ഷ്മി. എന്താണെങ്കിലും അവനെ ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഋതു അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ. ആ സമയത്ത് അച്ചുവും കൂടെ അങ്ങോട്ട് വന്നു. അച്ചു വന്നിട്ട് രാജലക്ഷ്മിയോട് പറഞ്ഞു, എന്താണെങ്കിലും ഞങ്ങൾക്ക് അവനെ ഇവിടെ കയറ്റി താമസിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഋതുവായിട്ടൊരു ബന്ധത്തിന് ഇനി അവള് സമ്മതിക്കുമെന്ന് അവളോട് തന്നെ ചോദിച്ചു നോക്ക്. ഞങ്ങൾക്ക് എന്താണ് ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഋതുവിനെ കണ്ട് രാജലക്ഷ്മി സംസാരിക്കുകയാണ്. ഇന്ദ്രനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഋതു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. അവനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിപ്പോയേക്കല്ല. അവൻ എൻ്റെ ജീവൻ നശിപ്പിച്ചു. കള്ളത്തരങ്ങൾ പറഞ്ഞ് അവൻ്റെ ജീവിതത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു വന്നേ. എന്നിട്ട് ഇനി ഞാൻ അവനോടൊപ്പം പോയി ജീവിക്കണമല്ലേ? അല്ലെങ്കിൽ അവനെ ഞാൻ ഈ വീട്ടിലേക്ക് വിളിച്ചു കയറ്റണമല്ലേ? ഒരു കാരണവശാലും ഇല്ല. എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഋതു പറയണം.
അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.